ബി.ജെ.പി നേതാവ് സി കൃഷ്ണകുമാർ പാലക്കാട് വോട്ട് രേഖപ്പെടുത്തി. സി കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കാണുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം പാലക്കാട് നഗരസഭയിൽ ഇത്തവണയും ആവർത്തിക്കും. പാലക്കാടിലെ ജനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം എന്താണ് വികസനം എന്നുള്ള കണ്ടതുള്ള തിരഞ്ഞെടുപ്പാണ്. പാലക്കാടിലെ സ്ത്രീ വോട്ടർമാർ ഇത്തവണത്തെ വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് രേഖപ്പെടുത്തുക. സ്ത്രീകളെ എത്രയേറെ ക്രൂരമായിട്ട് ദ്രോഹിച്ച ആ MLA സംരക്ഷിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നുള്ളത്, UDF സ്വീകരിച്ചതെന്നുള്ളത് പാലക്കാട്ടിലെ ജനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്തവണ വലിയ തിരിച്ചടി പാലക്കാട്ടിലെ വോട്ടർമാർ UDF നൽകും. ഇന്നലെ രാത്രി പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ടിരുന്ന BJP പ്രവർത്തകരെ കാറിടിച്ച് കൊല്ലാനുള്ള ശ്രമമാണ് നടന്നത്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഘർഷത്തിലാണ് പരിക്കേറ്റത്. അത് BJP പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള കല്ലേറല്ല, മറിച്ച് UDFലെ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ എറിഞ്ഞ കല്ലേറ് കൊണ്ടാണ് അയാൾക്ക് പരിക്കേറ്റുള്ളത്. നിലവിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് 5 BJP പ്രവർത്തകരാണ്. അതിൽ ഒരാൾ സ്ഥാനാർത്ഥിയാണെന്നുള്ളൊരു വിവരവും ലഭിക്കുന്നു. അല്ല, സ്വാഭാവികമായിട്ടും ഒരു സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് പ്രവർത്തകരെ കസ്റ്റഡിയിൽ വിവിധ നേതാക്കൾ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ്. നേതാക്കൾക്കൊക്കെ അവരവരുടെ മണ്ഡലങ്ങളിലേക്ക്, ബൂത്തുകളിലേക്ക് ഒക്കെ പോയി വോട്ടർമാരെ കാണേണ്ട, അവർക്കുള്ള പ്രവർത്തന മേഖലകളിലെത്തി വോട്ടർമാരെ കാണേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. അവരുടെ നേതൃത്വത്തിലാണ് പ്രചാരണ പരിപാടികൾ അത്തരത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത്. വോട്ടർമാരുടെ നീണ്ട നിര എല്ലാ വടക്കൻ ജില്ലകളിലെ വിവിധ ബൂത്തുകളിൽ ഉണ്ടാകുന്നുണ്ട്. CV അനുമോദ്, MS അനീഷ് കുമാർ, KV ബൈജു, ജിഷാദ്, രജീഷ്, ആസാദ് മുക്കം എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ആദ്യം നമുക്ക് അനീഷിലേക്ക് ഒന്ന് പോകണം. അനീഷ്, കോഴിക്കോട് UDFലും LDFലും വലിയ പ്രതീക്ഷയുള്ള ഒരു സ്ഥലം. കോർപ്പറേഷനിലടക്കം BJPയും ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തുടനീളം വലിയ ആവേശമായിരുന്നു, നമുക്കറിയാം. വിവിധ റിപ്പോർട്ടുകൾ അനീഷ് തന്നെ ചെയ്തതാണ്. അതേ ആവേശം രാവിലെ മുതൽ തന്നെ പ്രകടമാണോ? പൊതുവേ തെക്കൻ ജില്ലകളിൽ പോളിംഗ് പെർസെൻറ്റേജ് തുടക്കത്തിൽ വലിയ തോതിൽ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കുറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് മനസ്സിലാക്കേണ്ടത് രാവിലത്തെ ഒരു ട്രെൻഡ് കാണുമ്പോൾ? അനുജിത്ത്, രാവിലത്തെ ട്രെൻഡ് മനസ്സിലാക്കുമ്പോൾ വലിയ രീതിയിലേക്കുള്ള ഒരു പോളിംഗിലേക്ക് തന്നെ കോഴിക്കോട് ജില്ല, പ്രത്യേകിച്ചും കോർപ്പറേഷൻ പരിധിയിലുള്ള ഇടങ്ങൾ പോകുമെന്നതിനാണ് നമ്മളിപ്പോൾ കാണുന്നത്. തന്നെ ഒരു നീണ്ട നിര പോളിംഗ് ബൂത്തുകളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം, ഈ കോവിഡ് മഹാമാരിയുടെ സാഹചര്യത്തിൽ പോലും ഏതാണ്ട് 79% പോളിംഗ് നടന്ന ഒരു ജില്ലയാണ്. അതുകൊണ്ട് ഇത്തവണയും വലിയ മാറ്റങ്ങൾ അതിൽ ഉണ്ടാവില്ല എന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 26,82,682 വോട്ടർമാരാണ് തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാനായി കാത്തിരിക്കുന്നത്. 3097 ബൂത്തുകൾ ജില്ലയിൽ എമ്പാടുമായി ക്രമീകരിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലൊപ്പം 70 ഗ്രാമപഞ്ചായത്തുകളിലെ 1343 വാർഡുകളിലേക്ക്, 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 183 വാർഡുകളിലേക്കും, ജില്ലാ പഞ്ചായത്തിലെ 28 വാർഡുകളിലേക്കും, 7 നഗരസഭകളിലെ 273 വാർഡുകളിലേക്കും, കോഴിക്കോട് കോർപ്പറേഷനിലെ മാത്രം 76 ഡിവിഷനുകളിലേക്കുമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നമ്മളിപ്പോൾ കോട്ടുളി ഡിവിഷൻ 25ാം വാർഡിലാണുള്ളത്. ബൂത്ത് നമ്പർ 5 അല്പസമയത്തിനകം മന്ത്രി PA മുഹമ്മദ് റിയാസ് വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ട്. മറ്റു പ്രമുഖരായ ആളുകളൊക്കെ തന്നെ രാവിലെ തന്നെ അവരുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനായി പല ഇടങ്ങളിലായി നിരകളിൽ അവരുടെ ഇടം പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും വലിയ ആവേശം ആദ്യ മണിക്കൂറുകളിൽ പ്രകടമാണ്. നമ്മൾ നിൽക്കുന്ന ഇടത്ത് തന്നെ കോട്ടുള്ളിയിലെ 2 ബൂത്തുകളാണ് ഈ സരസ്വതി വിദ്യാമന്ദിർ സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആ 2 ബൂത്തുകളിലും കാര്യമായ തിരക്ക് ആദ്യ മണിക്കൂറുകളിൽ പ്രകടമാണ്. വോട്ടർമാർ വലിയ ആവേശത്തോട് തന്നെ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന കാഴ്ച എങ്ങനെയാണ്? പതിവായി രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങുകയാണ് ചെയ്യാറ്? ജോലിക്കൊക്കെ പോകാനുള്ള സൗകര്യം കണക്കാക്കിയാണോ? എല്ലാ തവണ എന്തായാലും വോട്ട് ചെയ്യാറുണ്ട്? ഓ, അത് കറക്റ്റ് ചെയ്യൂ. അതിനകത്തൊരു മാറ്റമില്ലല്ലോ, വോട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റുമല്ലോ. അതിൽ മാറ്റം ഉണ്ടാവില്ല. ഇല്ല, അത് കറക്റ്റ് ചെയ്യും. എങ്ങനെയാ രാവിലെ തന്നെ വോട്ട് ചെയ്ത് ഈ ജോലിക്കൊക്കെ പോകാനുള്ള സൗകര്യത്തിലാണോ അതോ ലീവാണ്? രാവിലെ തന്നെ വോട്ട് ചെയ്യും. അതാണ് രാവിലെ തന്നെ ചെയ്യുന്ന അതാണ്. എങ്ങനെയാ എല്ലാ തവണയും രാവിലെ ഒന്ന് ചെയ്യുമോ അതോ? അല്ല, ഇതർ രാവിലെ ഈവനിങ് സൗകര്യം പോലെ, ഡ്യൂട്ടി അനുസരിച്ച്. ഡോക്ടറാണ്, ഡ്യൂട്ടി ക്രമീകരിച്ചു. ഡ്യൂട്ടി സർജറിയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് ശേഷം ചെയ്യും, അല്ലെങ്കിൽ മെഡിക്കലോ ഏതോ? ഞാൻ ഇക്ര ഹോസ്പിറ്റലും കോട്ടക്കൽ മിംസിലും.
രാവിലെ ഇതങ്ങ് തീർത്താൽ പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ അതെ 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 അദ്ദേഹം ഒരു ഡോക്ടറാണ്. രാവിലെ തന്നെ ഈ വോട്ട് ചെയ്തങ്ങ് മടങ്ങിയാൽ പിന്നീട് തിരക്ക് വന്നാൽ പോകാമല്ലോ എന്നുള്ളത്. ഇത്തരത്തിലാണ് ആളുകൾ ഒരിക്കലും വോട്ട് മുടക്കാത്തവരാണ് ഈ വരിയിൽ നിൽക്കുന്ന ഏറെ പങ്കാളികൾ. നമ്മൾ സംസാരിച്ചവരും രാവിലെ തന്നെ കാര്യങ്ങൾ തീർത്ത് മടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം കോഴിക്കോട് കോർപ്പറേഷനിൽ വലിയ പോരാട്ടം നടക്കുന്ന ഒരു വർഷമാണ്. 45 വർഷത്തിലധികമായി LDF വ്യക്തമായ ആധിപത്യം ഉള്ളൊരു കോർപ്പറേഷനാണ്. അവിടെ ഇത്തവണ ഭരണം പിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ കോൺഗ്രസ് നേതാവ് മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല അടക്കമാണ് ഇവിടുത്തെ UDF ടീമിനെ നയിച്ച് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ടൊരു മാറ്റം പ്രതീക്ഷിക്കുന്നു. പക്ഷേ എത്രമാത്രം മാറ്റം ഉണ്ടാവുമെന്നതാണ് ഇന്നത്തെ ഈ ജനവിധിയിൽ പ്രകടമാവുക. അല്പസമയത്തിനകം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇവിടേക്ക് എത്തി വോട്ട് ചെയ്യും. വലിയ തോതിൽ ആളുകൾ വോട്ട് ചെയ്യാനായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് ആദ്യ മണിക്കൂറിൽ കാണാൻ കഴിയുന്നത്. രഞ്ജിത്ത്, തെക്കൻ ജില്ലകളിലും ഇതേ ട്രെൻഡായിരുന്നു നമുക്കറിയാം മിനിഞ്ഞാന്ന് നമ്മൾ കണ്ടത്. വലിയ തോതിലുള്ള ആളുകളുടെ വോട്ടർമാരുടെ ഒരു വരവ് ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് മറ്റും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അന്തിമ പോളിംഗ് ശതമാനമൊക്കെ വന്നപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ 3% കുറവ് രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തിരക്ക് വൈകുന്നേരം വരെ നിലനിൽക്കേണ്ടതുണ്ട് ആളുകൾക്ക് പൂർണ്ണമായും വോട്ട് ചെയ്യണമെങ്കിൽ. CV അനുമോദ് പാലക്കാട്ടെയും മലപ്പുറത്തെയും വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, ആദ്യം നമുക്ക് സംസാരിക്കേണ്ടത് പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അതിനുശേഷം PK കുഞ്ഞാലിക്കുട്ടിയും കണ്ടു. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ട്രെൻഡ് തന്നെ ഇവിടെ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് UDF ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാം ഘട്ടത്തിൽ വലിയ വോട്ടെടുപ്പ് നടന്നു, അല്ലെങ്കിൽ വലിയ പോളിംഗ് നടന്നു എന്ന് പറയുമ്പോൾ ഈ മുസ്ലിം ലീഗിന് വലിയൊരു ശുഭാപ്തി വിശ്വാസമുണ്ട് ആ ട്രെൻഡ് ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ. തീർച്ചയായും രഞ്ജിത്ത്, നമുക്കറിയാം മലബാറിന്റെ ഒരു രാഷ്ട്രീയം അത് എപ്പോഴും UDF ആത്മവിശ്വാസം നൽകുന്നതാണ്. പ്രത്യേകിച്ച് ലീഗിന്റെ ഉറച്ച കോട്ടകളിലാണ് ഈ വോട്ടെടുപ്പ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ തന്നെ UDF സംബന്ധിച്ചുണ്ട്. നമ്മൾ മലപ്പുറത്തെയും കോഴിക്കോട്ടെയും ഒക്കെ കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇത്തവണ മുൻപത്തേക്കാൾ കൂടുതൽ പ്രതീക്ഷ മുസ്ലിം ലീഗിനുണ്ട്. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം ശക്തമായി ഈ ഒരു മേഖലകളിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ്. അതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങളും കണക്കുകളും കൂടി വെച്ചാണ്. രണ്ടാമതായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള മറ്റൊരു കാരണം, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ ഒരു പിന്തുണ, ഒരു പരോക്ഷമായ ഒരു പ്രത്യക്ഷത്തിൽ തന്നെ അവർക്ക് ഒപ്പമാണ് എന്നുള്ള ഒരു നിലപാടെടുത്തതാണ്. സ്വാഭാവികമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ള ശക്തിയുള്ള ഒരു സാഹചര്യം ഇവിടെ ജമാഅത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിക്കുണ്ട്. സ്വാഭാവികമായിട്ടും അത് ഈ തെരഞ്ഞെടുപ്പിൽ UDF അനുകൂലമായിട്ട് തന്നെ നിലനിൽക്കും. എൻ ബ്ലോക്കായിട്ട് വെൽഫെയറിന്റെ വോട്ടുകൾ UDF നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മറ്റൊരു ആശങ്കയ്ക്കും കാര്യമില്ല, കാരണവുമില്ല. അതുതന്നെയാണ് UDF സംബന്ധിച്ച് ഈ രണ്ട് കാരണങ്ങൾ. ഒന്ന്, ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ 10 വർഷമായിട്ട് തുടരുന്ന CPM ഭരണത്തിനെതിരായിട്ടുള്ള, ഇടതുപക്ഷ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു വികാരം ജനങ്ങളിലുണ്ട്. അത് പരമാവധി പ്രചരണ വിഷയമാക്കാൻ UDF ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനും ഈ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ചർച്ചയാക്കുവാനും UDF സാധിച്ചിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസവും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമോ മറ്റെന്തെങ്കിലും വിഷയമോ ഒന്നും പ്രസക്തമല്ല എന്ന് കുഞ്ഞാലിക്കുട്ടിയും തങ്ങളുമാരും പറയുന്നൊരു പശ്ചാത്തലം കൂടി പ്രധാനമാണ്. അതൊക്കെ ആയിരുന്നല്ലോ പാലക്കാട്ട് വലിയ ചർച്ചയായിരുന്നത്, അല്ലെങ്കിൽ ആ മേഖലകളിലൊക്കെ വലിയ ചർച്ചയായിരുന്നത്. ഇന്നിപ്പോൾ ഒരുപക്ഷെ രാഹുൽ വോട്ട് ചെയ്യാൻ എത്തുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ അപ്രസക്തമാക്കി ഭരണവിരുദ്ധ വികാരം, വിലക്കയറ്റം ഒക്കെ ജനങ്ങളെ സ്വാധീനിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് UDF മുന്നോട്ട് കൊണ്ടുപോകുന്നത്.